ഹായ് ഡിയേഴ്സ്. അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മക്കളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ദോശ കഴിക്കാൻ വേണ്ടി പോവാട്ടോ. വൈകുന്നേരം ആയപ്പോൾ മക്കൾക്കൊരു കൊതി, നമുക്ക് മസാല ദോശയൊക്കെ കഴിക്കാൻ പോയാലോ എന്ന്. അങ്ങനെ ഏട്ടൻ്റെ സുഹൃത്തിൻ്റെ ഓട്ടോയിൽ ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. ഇപ്പോൾ വീടിൻ്റെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പൂക്കോട്ടുംപാട് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു ജസ്റ്റ് ഒരു രണ്ടാമത്തെ സ്റ്റോപ്പിലാട്ടോ നമ്മൾ ഈ കഴിക്കാൻ പോണ കട. ശരിക്കും സ്പോട്ട് തോട്ടേക്കാട് എന്ന് പറയും. അവിടെയാണ് ഈ ദോശക്കട ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ കടയും കൂടെയാണ്, ആ ഏട്ടൻ്റെ കടയിലേക്കാണ് നമ്മൾ പോയി. അപ്പോൾ ഇതാട്ടോ പിന്നെ നമ്മൾ പോകുന്ന കട. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ പ്രദീപേട്ടൻ അവിടെ കടയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ പേര് പുതിയിടം രുചിയിടം എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ പ്രദീപേട്ടൻ കാശിക്കുട്ടനെ കയ്യിലെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അവന് യാതൊരു കൂസലും ഇല്ലാതെ അങ്ങോട്ട് പോയിട്ടോ. പൊതുവെ ആരെ കണ്ടാലും അങ്ങനെ പോവാറില്ല, ഇങ്ങനെ കരയും. പക്ഷെ ഇപ്പൊ എന്താണാവോ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ ലൈറ്റും അവിടുത്തെ അവിടെ കുറച്ച് പൂക്കളും ചെടികളും അതേപോലെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ അവന് ഭയങ്കര എന്താ പറയാ, ഒരു അത്ഭുതമായിട്ടുണ്ട്. അപ്പൊ പിന്നെ എടുത്ത ആളെന്നാവും വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല. പ്രദീപേട്ടൻ പൂക്കളൊക്കെ കാണിച്ച് അവരെങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് പ്രദീപേട്ടന്റെ മോള്. അവര് അച്ഛനും മക്കളും കൂടെയാണ് ഇത് നടത്തുന്നത്. അച്ഛനും മക്കളും പിന്നെ അവരെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെയാണ്, ഫാമിലി ആയിട്ടാണ് ഈ ഒരു ഹോട്ടൽ നടത്തുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. കാശിക്കുട്ടനെ മയക്കാൻ വേണ്ടിയിട്ട് പ്രദീപേട്ടന് ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവന് മൂസമ്പിയൊക്കെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ആൾക്കാരൊക്കെ അവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഇപ്പൊ നോമ്പായിട്ടാണ്. ഇപ്പൊ നോമ്പായിട്ട് വലിയൊരു തിരക്ക് കുറവാണ്. അപ്പത് ഈ നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. ഞങ്ങൾ പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവലുണ്ട് അവിടെ. പ്രദീപേട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ പ്രതിഭേട്ടന്റെ മോനും ഉണ്ട് അവിടെ. ഇതാണ് കേട്ടോ ഇതിന്റെ കിച്ചണ്. ഇത് പ്രതിഭേട്ടന്റെ ഭാര്യ. ചേച്ചിക്ക് നല്ല സ്വഭാവമാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോ പ്രതിഭേട്ടനോട് ചോദിച്ചു, നമ്മളൊരു ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തോട്ടെ. അപ്പൊ ആൾക്ക് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. വീഡിയോ എടുക്കുക. ഒരു മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല വൃത്തിയിൽ നല്ലൊരു എന്താ പറയാ, നൈസായിട്ട് നല്ല ടേസ്റ്റിൽ നല്ല നമുക്കറിയാം മനസ്സും വയറും ഒരുപോലെ നിറയെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് മക്കൾക്കും തന്നെ അവിടേക്ക് പോകാൻ ഇതാണ് ഇഷ്ടം. അവിടെ ചെന്ന് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നൊരു ഫീലാണ്. അപ്പൊ അവരതങ്ങനെ പറയാം, നമുക്ക് അങ്ങോട്ട് പോവാം. കാശിക്കുട്ടനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഈ ഒരു മസാല ദോശയിലേറെ ഇഷ്ടം എനിക്ക് നെയ്റോസ്റ്റ് ആണ്. അപ്പോൾ നെയ്റോസ്റ്റ് ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ മുന്നിൽ പ്ലേറ്റിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെയുള്ളൂ കേട്ടോ കണ്ടിട്ട്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നതും ഒന്ന് കാണാന്ന് പറഞ്ഞപ്പോ പ്രദീപേട്ടന് വലിയ കുഴപ്പമൊന്നുമില്ല. കാണാനും വീഡിയോ എടുക്കാനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കയറി ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പൊ അതിന്റെ മടക്കല കണ്ടപ്പോ വലിയ അത്ഭുതം തോന്നിട്ടോ. അപ്പൊ അത് സെർവിങ് പ്ലേറ്റിലേക്ക് എത്തുമ്പോ മാത്രമേ ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ. കൂടെ ഒരു വടയുണ്ട്. പിന്നെ കൂടാതെ ഈ ചട്നി ഉണ്ട് കേട്ടോ. 4 സാമ്പാറും അതേപോലെ പുതിന ചട്നി, വെള്ള ചട്നി ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചേച്ചി മോനെ എടുത്തിട്ട് അവിടെ കുറച്ച് ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് മ്യൂസിക്കും ഉണ്ടാവും. പിന്നെ പല വിഭവങ്ങളുണ്ട്. അതിന്റെ മെനു ആണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഊത്തപ്പം, നെയ്റോസ്റ്റ്, മസാല ദോശ, തട്ടുദോശ, വെജിറ്റബിൾ ബിരിയാണി, ഇതെല്ലാം പ്യുവർ വെജിറ്റേറിയൻ ആണ് കേട്ടോ ഇവിടെ കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അപ്പൊ ആ ഒരു ഇഷ്ടം കാശിക്കുട്ടന് വളരെ അത്ഭുതമായിട്ടുണ്ട്. അവന് ഇഷ്ടമായിട്ടുണ്ട്, അവരൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കരയാത്തത്. അതിന്റെ ഇടയ്ക്ക് ആദിക്കുട്ടനും ലച്ചും കൂടെ എന്തൊക്കെയോ വികൃതിയും കോപ്പറാട്ടിത്തരൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവള് എന്തൊക്കെയോ ഡാൻസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും ഏട്ടൻ വീഡിയോ എടുത്തു കേട്ടോ അതിന്റെ ഇടയിൽ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ ആ റൂമില്, നമുക്ക് ഫാമിലി റൂമിൽ പോയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആദിക്കുട്ടന് മസാല ദോശ കേട്ടോ ഓർഡർ ചെയ്തത്. മസാല ദോശയും അതേപോലെ ബൂസ്റ്റും. പിന്നെ ലച്ചുവിന് നെയ്റോസ്റ്റ്. ലച്ചു അതൊക്കെ ഒന്നും കഴിക്കൂല. അപ്പൊ ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് നെയ്റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്.
അതിനിടയിൽ കാശിക്കുട്ടിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ കുട്ടി വെള്ളത്തിന് പോയതാട്ടോ. രണ്ടാളും നല്ല കഴിക്കലാണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏട്ടന് ഓർഡർ ചെയ്തത് ഊത്തപ്പാണ്. അപ്പോൾ ഊത്തപ്പം ഞാനതൊന്നൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കത് കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നും. അതിൽ നല്ല എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക തന്നെ വേണം. നമ്മൾ ഒരിക്കലും വീഡിയോയിലൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ ഞാൻ ചെറിയൊരു വട എടുത്തിട്ടോ, വടയും ചായയും. അപ്പോൾ ആദിദേവ് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. ലച്ചു സൂപ്പറാണ് പറഞ്ഞു, അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് പിന്നെ നെയ് റോസ്റ്റ് സാമ്പാർ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിനിടയിൽ കൈയൊക്കെ കഴുകി ഞങ്ങൾ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴാണ് കാശിക്കുട്ടൻ അവിടെ മോളെ അടുത്ത് കയറിയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് വരണമെങ്കിൽ എന്തൊക്കെ കാട്ടിങ്ങോട്ട് വിളിക്കണാവോ. അപ്പോൾ അവളോട് നല്ല കൂട്ടായിട്ടുണ്ട്. കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ ആള് അവിടുത്തെ ആളാട്ടോ. പിന്നെ നമ്മളടുത്തേക്ക് പോരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ രാത്രി ഇനിയിപ്പോൾ അവരിതൊക്കെ കഴിഞ്ഞിട്ടേ അവരെ വീട്ടിലേക്കൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസം തന്നെ. നമുക്ക് ചില സൗഹൃദങ്ങളും ഇങ്ങനത്തെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണല്ലേ വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളെ മക്കളെയും കൊണ്ടൊക്കെ പുറത്തു പോവുക, അവരെ കൂട്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഈ സൗഹൃദങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് സുഖം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.